ഹായ് ഡിയേഴ്സ്, അരിപ്പൊടി ഉപയോഗിച്ച് വളരെ ഈസിയായി വീട്ടിലെങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആണ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പിൻ്റെ അളവിലാണ് ഇട്ട് കൊടുത്തത്. 2 കപ്പ് അതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ്. വെള്ളത്തിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അരിപ്പൊടി ഇട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 മുറി തേങ്ങ ഉണ്ടാകും. അതും നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഇടാനുള്ളത് ഈസ്റ്റാണ്. ഒരു ടീസ്പൂൺ മുഴുവൻ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈസ്റ്റ് ഈ ഒരു അളവിലോട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് പഞ്ചസാര, ഒരല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് അരക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ മാവ് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തുള്ളി വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അരയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള രൂപത്തിലാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ, തേങ്ങയൊക്കെ നന്നായിട്ട് അരയുന്ന രൂപത്തിൽ വേണം അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തിളപ്പിച്ച വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ മാവ് ഇറക്കി വെക്കുന്നത്. ഞാൻ മാവ് നേരെ കുക്കറിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടത് മൂടി വെച്ചിട്ട് വേണം അതിൽ ഇറക്കി വെക്കാൻ, തിളച്ച വെള്ളത്തിൽ ഇറക്കി വെക്കാൻ. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ വെള്ളപ്പം ചുടുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് ജസ്റ്റ് 1 കയ്യിൽ അല്ലെങ്കിൽ 1.5 കയ്യിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ വെള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെയുള്ള വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത വെള്ളപ്പം കൂടെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മുടെ മാവിൻ്റെ വെള്ളം പാകമാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ കിട്ടും. മൂടി വെച്ചിട്ട് അടുത്ത വെള്ളപ്പം കൂടെ നമുക്ക് എടുക്കാം. ഇനി ഈ വെള്ളപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് വേറൊരു രൂപത്തിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പാൻ ഉണ്ടല്ലോ, പാനിലോട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇനി മൂടി വയ്ക്കുക. 1-2 മിനിറ്റുകൾക്ക് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചട്ടി ഇല്ലാത്തവർ ഈ രീതിയിലും ചെയ്ത് നോക്കൂ കേട്ടോ. വെള്ളപ്പച്ചട്ടി ഇല്ലാന്ന് കരുതിയിട്ട് ആരും വെള്ളപ്പം ഇനി വീട്ടിൽ ഉണ്ടാക്കാതിരിക്കേണ്ട. അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് വില കൊടുത്ത് നമ്മളിനി വെള്ളപ്പപ്പൊടിയുടെ പാക്കറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ കൂടെയാണ് ഞാനിന്ന് വെള്ളപ്പം കഴിക്കുന്നത്.
അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.